നോക്കൂ, ഈ വിധി ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ഫെഡറലിസത്തെ സംബന്ധിച്ച് ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്കറിയുന്നതുപോലെ എക്കാലത്തും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉപകരണമായിട്ടാണ് ഗവർണർ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ അതിശക്തമായൊരു വകുപ്പുണ്ട്. ആ വകുപ്പിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 356 വകുപ്പ് എന്നുള്ളതാണ്. ഈ 356 വകുപ്പിൻ്റെ പ്രത്യേകത എന്താ? ആ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ കേന്ദ്ര സർക്കാരുകൾ പിരിച്ചുവിടുന്നത്, എന്നിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഈ 356 വകുപ്പ് പ്രയോഗിക്കുക? ഗവർണർ എന്നൊരു റിപ്പോർട്ട് ഇങ്ങോട്ട് എഴുതി വാങ്ങിക്കും. എന്നിട്ട് ആ റിപ്പോർട്ടിന് മേലിൽ കേന്ദ്ര ക്യാബിനറ്റ് ഒരു തീരുമാനം എടുത്ത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് ഈ സർക്കാരിനെ പിരിച്ചുവിടാൻ പറയും. ഇത് ആദ്യം അനുഭവിച്ച ജനത കേരളമാണ്, അല്ലേ? 1957 അധികാരത്തിൽ വന്ന EMS സർക്കാരിനെതിരെ 1959 അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കേന്ദ്ര സർക്കാരാണ് ആർട്ടിക്കിൾ 356 ആദ്യമായി പ്രയോഗിക്കുന്നത്. അങ്ങനെ പിന്നീട് ധാരാളം സംസ്ഥാന സർക്കാരുകളെ 356 വകുപ്പ് ഉപയോഗിച്ച്, ഈ ഗവർണറുടെ റിപ്പോർട്ട് വാങ്ങിച്ച് 356 വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിട്ടൊരു ചരിത്രം കോൺഗ്രസിനാണുള്ളത്. കോൺഗ്രസ്സാണ് അക്കാര്യത്തിലൊരു മാതൃക സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അക്കാര്യത്തിൽ BJPയും അതേ ശ്രമം പിൽക്കാലത്ത് അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തിട്ട് തന്നെയുണ്ട്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 1998 LK അദ്വാനിയുടെ നേതൃത്വത്തിൽ, അന്ന് വാജ്പേയി വിദേശ പര്യടനത്തിന് പോയിരിക്കുകയാണ്, LK അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു ക്യാബിനറ്റ് യോഗം കൂടിയിട്ട് അന്ന് ബീഹാറിൽ ഭരിച്ചിരുന്ന റാബ്രി സർക്കാരിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര ക്യാബിനറ്റ്, അന്ന് KR നാരായണനായിരുന്നു രാഷ്ട്രപതി, അദ്ദേഹത്തിന് അയച്ചു. അന്ന് അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല, അദ്ദേഹം തിരിച്ചയച്ചു. പിന്നീട് വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ വാജ്പേയി പക്ഷേ അത് പ്രസ് ചെയ്യേണ്ട എന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ ഈ വകുപ്പ് എപ്പോഴൊക്കെ ആരൊക്കെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവരൊക്കെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ വകുപ്പ് ഇപ്പോൾ അത്ര അനായാസം എടുത്ത് പ്രയോഗിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഷേർ സിംഗ് കേസ് മുതൽ ഇങ്ങോട്ടേക്ക് ഏറ്റവും ഒടുവിൽ SR ബൊമ്മെ കേസ് വരെയുള്ള പലതരത്തിലുള്ള കേസുകളിൽ സുപ്രീം കോടതി 356 വകുപ്പ് പ്രയോഗിക്കുന്നതിനെതിരെ കടുത്ത നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരിനെ 356 വകുപ്പ് ഉപയോഗിച്ച് വളരെ നിസ്സാരമായി പിരിച്ചുവിടുന്നത് ഇപ്പോൾ അനായാസമല്ല. അഥവാ അങ്ങനെ ചെയ്താൽ തന്നെ ആ സർക്കാർ സുപ്രീം കോടതിയിൽ കേസിന് പോയാൽ കേന്ദ്ര സർക്കാർ വിജയിക്കാത്തൊരു നിയമ സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന വകുപ്പ് ഏറെക്കുറെ 356 വകുപ്പ് അപ്രസക്തമായിരിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇന്നലെ സുപ്രീം കോടതി ഒരു വലിയ സുപ്രധാനമായൊരു വിധി പ്രസ്താവം ഉത്തർപ്രദേശിനെ കുറിച്ച് നടത്തിയല്ലോ. എന്താണ് ആ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്? ഉത്തർപ്രദേശിൽ നിയമവാഴ്ച തകർന്നിരിക്കുന്നു, സിവിൽ കേസുകൾ, ക്രിമിനൽ സ്യൂട്ട്സ്. അതെ, അപ്പം നിയമവാഴ്ച തകർന്നിരിക്കുന്നു എന്ന് രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്നയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരൊറ്റ വരി മതി കേട്ടോ ഒരു സർക്കാരിനെ പിരിച്ചുവിടാൻ. ഒരു സർക്കാർ തീരുമാനമെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉത്തർപ്രദേശ് BJP ഭരിക്കുന്നുണ്ട്, അതൊരു വിഷയമാവില്ല. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവം രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയിലെ ചീഫ് ജസ്റ്റിസ് തന്നെ പറയുന്നത്. നിയമവാഴ്ച തകർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുള്ളത്. കേരളത്തിൽ പരാമർശം മാത്രമായിട്ടാണ്, അതൊരു പരാമർശമാണ്. പക്ഷേ അതെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അതൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആ വകുപ്പ് ദുർബലമായിരിക്കുന്നു പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 356 വകുപ്പിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ 356 പ്രയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പിന്നെ എന്താണ് കേന്ദ്ര സർക്കാരുകൾ ചെയ്തുകൊണ്ടിരുന്നത്? അത് ആരധികാരത്തിൽ വന്നാലും ചെയ്തുകൊണ്ടിരുന്നത് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, സംസ്ഥാന സർക്കാരുകൾ, സംസ്ഥാന നിയമസഭകൾ, മന്ത്രിസഭകൾ പാസ്സാക്കുന്ന ഓർഡിനൻസുകളോ നിയമങ്ങളോ തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ അതിനൊരു റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഗവർണർമാർ ചെയ്തുകൊണ്ടിരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ അക്കാര്യത്തിൽ ഒരു എന്താ പറയുക, ഒരു വലിയ രീതിയിൽ ആ റോള് വഹിച്ചിട്ടുള്ള ഒരു ഗവർണറായിരുന്നു. എത്ര തരത്തിലുള്ള സംഘർഷങ്ങളാണ് സംസ്ഥാന സർക്കാരും ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ, എന്തെല്ലാം ഏറ്റുമുട്ടലുകളാണ് നടന്നത്. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കേസിന് പോയിട്ടുള്ള ആളുകളാണല്ലോ. അത്തരം കേസുകളുമായിട്ടാണ് കേരളം പോയിട്ടുള്ളത് എങ്കിൽ തമിഴ്നാട് പോയിട്ടുണ്ട്, പശ്ചിമ ബംഗാൾ പോയിട്ടുണ്ട്, അതേപോലെ തന്നെ തെലുങ്കാന പോയിട്ടുണ്ട്, പഞ്ചാബ് പോയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഇത്രയേറെ ബുദ്ധിമുട്ടിച്ച മറ്റൊരു ഗവർണർ ഉണ്ടായിട്ടില്ല, ജഗദീപ് ധൻഖറിനെ പോലെ. അദ്ദേഹമാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലായിരുന്നു മമതാ ബാനർജിയും ജഗദീപ് ധൻഖറുമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഒരു വ്യക്തത. ഈ ബില്ലുകൾ അസെൻഡ് ചെയ്യുന്നതിൽ, അതിനകത്ത് അനുമതി നൽകുന്നതിൽ ഗവർണർക്ക് എത്രത്തോളം സമയമെടുക്കാമെന്നത് സംബന്ധിച്ചൊരു അവ്യക്തത ഭരണഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര വേഗത്തിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. കഴിയുന്നത്ര വേഗത്തിൽ എന്ന് പറയുന്ന ഒരു സമയപരിധിയല്ല. അപ്പോൾ ആ സമയപരിധി നിശ്ചയിക്കപ്പെടാത്തതിൻ്റെ ആനുകൂല്യം ഉപയോഗിച്ച് പല രീതിയിലും ഈ ബില്ലുകൾ പിടിച്ചു വെക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയായിരുന്നല്ലോ. ആ പ്രതിസന്ധിയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ തമിഴ്നാട് കേസിന് പോയത്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ വിധി എന്താ? സുപ്രീം കോടതി അക്കാര്യത്തിൽ ഒരു സമയപരിധി നിശ്ചയിച്ചു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു നിയമസഭ ഒരു നിയമം പാസ്സാക്കി ഗവർണർക്ക് അയച്ചു കൊടുത്താൽ ഗവർണർക്ക് അതിനുമേലിൽ ഒപ്പിടാനുള്ള സമയം 1 മാസമായി നിശ്ചയിച്ചു. ഇനി
ഏതെങ്കിലും തരത്തിലുള്ള വിരുദ്ധാഭിപ്രായം ഗവർണർക്കുണ്ടെങ്കിൽ ഗവർണർക്ക് അത് രേഖപ്പെടുത്താനുള്ള അവകാശം ഭരണഘടനാപരമായിട്ടുണ്ട്. അപ്പോൾ രേഖപ്പെടുത്തുകയാണ് എങ്കിൽ അത് 3 മാസത്തിനുള്ളിൽ രേഖപ്പെടുത്തണം, അല്ലേ? ഇനി ഒരിക്കൽ കൂടി അത് പിന്നെ നിയമസഭ പ്രസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്യാബിനറ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതും ഒപ്പിടാൻ ഗവർണർ ബാധ്യസ്ഥമാണ്. അപ്പോഴും അനിശ്ചിതകാലമായിട്ട് അത് നീട്ടിക്കൊണ്ടുപോകായിരുന്നു. അതിനും ഒരു സമയപരിധി നിശ്ചയിച്ചു. 3 മാസത്തിനുള്ളിൽ അത് അസെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാകുന്നത്? അതാണല്ലോ നമ്മുടെ ചോദ്യം. ഞാൻ നേരത്തെ വിശദീകരിച്ച അതുകൊണ്ടാണ്. ആർട്ടിക്കിൾ 356 എടുത്തുപയോഗിക്കാൻ കഴിയാത്തൊരു നിയമ സാഹചര്യം രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുന്നു. ഇനി ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ നിയമനിർമ്മാണത്തെ പ്രതിസന്ധിയിലാക്കുകയോ അനിശ്ചിതകാലമായി നീട്ടിക്കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യാനുള്ള ഒരു ശ്രമം പിന്നെ കേന്ദ്ര സർക്കാർ നടത്തിയാൽ ആ ശ്രമം ഇനി വിജയിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് അതിനകത്തൊരു ക്ലാരിറ്റി വന്നിരിക്കുന്നു, അതിനകത്തൊരു വ്യക്തത വരുത്തിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല. ഇതിപ്പോൾ നോക്കിക്കേ, ഈ സുപ്രീം കോടതിയുടെ ഒരു ഇൻഹറൻറ്റ് പവർ അവർ ഉപയോഗിച്ചതുണ്ടോ? ഈ ആർ എൻ രവിയുമായി ബന്ധപ്പെട്ട് 10 ബില്ലുകളാണല്ലോ പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ തടഞ്ഞു വെച്ചത്. ആ 10 ബില്ലുകൾ ഒരു പ്രത്യേക സഭാ സമ്മേളനം വിളിച്ചുകൂട്ടി വീണ്ടും പാസ്സാക്കി. അത് വീണ്ടും പാസ്സാക്കിയിട്ട് സ്റ്റാലിന് അയച്ചു. സ്റ്റാലിന് അയച്ചപ്പോഴും അതിൻ്റെ മുകളിൽ അടയിരുന്നു, നിശബ്ദത പാലിച്ചു. അത് ഒറ്റയടിക്ക് നിയമമാക്കി ഇന്ന് പിന്നെ സുപ്രീം കോടതി എന്നുള്ളതാണ്. ആ 10 ബില്ലുകളും നിയമമാക്കി എന്ന് തിരിച്ചയച്ചോ, അത് പ്രസ് ചെയ്തു വീണ്ടും ആ ബില്ല് തിരിച്ചയച്ചോ അന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വന്നതായിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഇതിൽ പരം നാണക്കേട് ഒരു ഗവർണർക്ക് വരാനില്ല. പക്ഷേ ഞാൻ പറയുന്നത് അത് മനോഹരമായൊരു വിധിയാണ്. അത് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന വിധിയാണ്. അത് മാത്രമല്ല, ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ടല്ലോ, അത് വളരെ വളരെ പ്രധാനമാണ്. ഈ വിധിയേക്കാളും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ആ നിരീക്ഷണങ്ങളെയാണ്. ഒന്ന് നോക്കൂ, ഒന്നാമത് പാർലമെൻ്ററി ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ട് വേണം ഗവർണർ പ്രവർത്തിക്കാൻ എന്നുള്ളതാണ്. പാർലമെൻ്ററി ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ട് വേണം ഗവർണർ പ്രവർത്തിക്കാൻ എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആണ് നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ജനങ്ങളുടെ വില്ലാണ് ഒരു സർക്കാർ, ഒരു നിയമസഭ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ വില്ലിനൊരു തടസ്സവും ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങളത് അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് ഗവർണറോട്, എല്ലാ ഗവർണർമാരോടും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ നിരീക്ഷണം എന്താ? രാഷ്ട്രീയമായല്ല, സുഹൃത്തായി വഴികാട്ടിയായി വേണം ഗവർണർ പ്രവർത്തിക്കാൻ. ഗവർണർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നയാളായിരിക്കണം, ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷകനായിരിക്കണം, അവരെ നയിക്കേണ്ടത് ഭരണഘടനയായിരിക്കണം. ഇനി പറഞ്ഞ പിന്നെ പ്രസ്താവന ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നത്. രാഷ്ട്രീയ പരിഗണന വെച്ചായിരിക്കരുത് ഗവർണർമാർ തീരുമാനമെടുക്കുന്നത്. പൊളിറ്റിക്കൽ എക്സ്പീഡിയൻസി പാടില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ പരിഗണനകൾ വെച്ചായിരിക്കരുത് ഗവർണർമാർ തീരുമാനമെടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സർക്കാരിൻ്റെ നിയമനിർമ്മാണത്തെ അംഗീകരിക്കാൻ പാർലമെൻ്ററി ഡെമോക്രസിയിൽ ഗവർണർക്ക് ബാധ്യതയുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സുപ്രീം കോടതി ഇന്ന് നിരീക്ഷിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെയും ഭരണഘടനയുടെയും താല്പര്യങ്ങൾ താൻ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് ഓരോ ഗവർണർമാരും സ്വയം പരിശോധിക്കണം എന്നുകൂടി അത് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ലല്ലോ, ഏറ്റവും നിർണായകമായ ഈ വിധി പ്രസ്താവത്തിലൊരു നിരീക്ഷണം എന്ന് പറയുന്നത് മന്ത്രിസഭയുടെ തീരുമാനത്തെ മാനിക്കണം. ഗവർണർക്ക് പ്രത്യേക വിവേചനാധികാരമില്ല എന്നു കൂടി ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറയുന്നത് ഗവർണർ ഡസ് നോട്ട് പൊസസ് എനി ഡിസ്ക്രിഷൻ ആൻഡ് ഹാസ് ടു മാൻഡേറ്ററിലി ആക്ട് ഓൺ ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദിസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നാണ്. മന്ത്രിസഭയുടെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ആണ്. ആ ഉപദേശം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഗവർണറെന്നും അദ്ദേഹത്തിന് പ്രത്യേകമായ അധികാരങ്ങളോ സവിശേഷമായ വിവേചനാധികാരമോ ഇല്ല എന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വിവേചനാധികാരമില്ല എന്നൊക്കെ. ഇപ്പോൾ തെലങ്കാന ഗവർണർ എതിരായിട്ട് തെലങ്കാന സർക്കാർ പിന്നെ പോയപ്പോഴത്തേക്കും അന്ന് രാത്രി തെലങ്കാന ഗവർണർ 7 or 8 ബില്ലുകൾ പിന്നെ ഒപ്പുവെച്ചായിരുന്നു കേട്ടോ, അസെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിലും പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് പിന്നെ DY ചന്ദ്രചൂഡിൻ്റെ ബെഞ്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്നും പറയുന്നുണ്ട്, നിങ്ങൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഗവർണറുടെ പിന്നെ ചുമതല എന്ന് പറയുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചാൽ ആ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് ചുമതലപ്പെട്ട ഒരാൾ മാത്രമാണ്. എന്നാൽ അദ്ദേഹം സംസ്ഥാന സർക്കാരിനോ സംസ്ഥാനത്തെ മന്ത്രിസഭയ്ക്കോ സംസ്ഥാനത്തെ നിയമസഭയ്ക്കോ മുകളിലുള്ള ഒരാളല്ല. ഇപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന നിയമസഭയുടെയും ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരാൾ മാത്രമാണ് ഗവർണർ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വിധിയുടെ ഏറ്റവും ശക്തി എന്ന് പറയുന്നത് എന്താ അറിയോ? രാജ്യത്തിൻ്റെ ഫെഡറലിസത്തെ ഇത് ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ഫെഡറലിസം പല തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല സംസ്ഥാനങ്ങളും വലിയ പരാതികളുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് എന്താണ്? വിവേചനം കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങളോട് കാണിക്കുന്നു, അത് ഫെഡറലിസത്തിൻ്റെ തത്വത്തിന് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളം കോടതിയിൽ പോയിട്ടുണ്ടല്ലോ, സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ഈ പറയുന്ന ഇത്തരം ഒരു പ്രഖ്യാപനത്തിലൂടെ, ഒരു വിധിയിലൂടെ പിന്നെ സുപ്രീം കോടതി ആ ഫെഡറൽ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഫെഡറൽ പ്രിൻസിപ്പിൾ, അതിനെ അതിശക്തമായി
കൃത്യമായി മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ഗവർണറുടെ ബില്ലിനെ അസെൻഡ് ചെയ്യാനുള്ള സമയപരിധി നിശ്ചയിച്ച് ഒരു വിധി പ്രസ്താവം നടത്തിയ നിലയ്ക്ക് മാത്രം നമ്മൾ ചുരുക്കി കണ്ടുകൂടാ. മറിച്ച് ഇത് രാജ്യത്തിൻ്റെ മൊത്തം നന്മയ്ക്ക് ഗുണകരമാണ്. ഭരണഘടന എന്ന് പറയുന്നത് രാജ്യത്തെ ഫെഡറൽ സ്റ്റേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇന്ത്യൻ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ആ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിരിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളിലേക്ക് കടന്നു കയറുന്നതിനകത്ത് കേന്ദ്ര സർക്കാരിന് പരിമിതിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫെഡറൽ സ്വഭാവത്തെ ഉയർത്തിപ്പിടിക്കാൻ, ഭരണഘടന അനുശാസിക്കുന്ന ഫെഡറൽ സ്വഭാവത്തെ ഉയർത്തിപ്പിടിക്കാൻ ഗവർണർ, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഗവർണർ ബാധ്യസ്ഥനാണ് എന്ന് വ്യക്തമാക്കുകൂടെ ചെയ്തിരിക്കുകയാണ് ഈ വിധി. അതുകൊണ്ട് ഒരു സമയപരിധി നിശ്ചയിച്ച് ഗവർണർക്ക് ബിൽ അസെൻഡ് ചെയ്യാനുള്ള സമയപരിധി നിശ്ചയിച്ച് മാത്രം നടത്തിയിട്ടുള്ള വിധി പ്രസ്താവമായി നമ്മൾ ഇതിനെ ചുരുക്കി കാണേണ്ട. നിശ്ചയമായും ഇന്ത്യൻ നിയമചരിത്രത്തിലെ വളരെ വളരെ സുവർണമായൊരു ദിവസമായും നല്ല മനോഹരമായൊരു വിധിയുമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അത് ഒരേ സമയം തന്നെ കേന്ദ്ര സർക്കാരിനുള്ള മുന്നറിയിപ്പാണ്, അത് ഗവർണർമാർക്കുള്ള മുന്നറിയിപ്പാണ്, അത് സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാധികാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യൻ ഫെഡറലിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധി പ്രസ്താവവുമാണ്. Meet the editors.